ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൈൻവാലിയിലെത്തി. ഞാൻ ഗ്ലാസ് വാങ്ങിച്ചു ഗൈസ്. 100 രൂപയ്ക്ക് ഗ്ലാസ് വാങ്ങിച്ചു. ഞാനും കുറേ കണ്ടിട്ടൊക്കെ നടത്താമില്ല. ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറേ കടകളും ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, പിന്നെ എന്താ പില്ലോ എല്ലാം ഉണ്ട് ഗൈസ്. ടോയ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഗൈസ്. പിള്ളേരുടെ എല്ലാ ഐറ്റംസ് ഉണ്ട്. കുറേ ടോയ്സ്, ചെണ്ട, ഇതൊക്കെ കണ്ട നൊസ്റ്റാൾജിയാണ് ഗൈസ്. പഴയ കാലങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് ഗൈസ്. മേക്കപ്പ് ഐറ്റംസ്. സോ നമുക്ക് അവിടുത്തെ കാഴ്ച വേണ്ട. പിന്നെ ഇവിടെ ഒരു മുഖം മൂടി എല്ലാം ഉണ്ട്. അവിടെ പിന്നെ സൈഡിൽ ഫുള്ള് കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഉള്ളിലോട്ട് ഇറങ്ങി. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ എന്തോ എൻട്രി ഫീസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊന്നും അറിഞ്ഞില്ല. എല്ലാം അവരൊക്കെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനി അകത്തോട്ട് കയറാൻ പോന്നു. അതുകൊണ്ട് അവിടെ ഒരു പശു എന്തോ സാധനം, പശുവാന്ന് തോന്നുന്നു, ഒരു സാധനത്തിനെ കാണാം. ഞാൻ സൂം ചെയ്തു. നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ലൈവായിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അതവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ വേണ്ട ഇനി ഇങ്ങോട്ട് കയറാൻ പോവാണ്. വേണ്ട അവർ ലൈവായിട്ട് തന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് ലൈവായിട്ടൊക്കെ അവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും. സോ നമ്മൾ അകത്തോട്ട് പോന്നു. ഫൈൻ കോൺ കിട്ടുവാണെങ്കിൽ പറയാം. ആണ് ഏതാ പെണ്ണ് ഏതാ ഞാൻ പറഞ്ഞു. നമുക്കിവിടെ ഒരു മല കാണാം. ഞങ്ങളിവിടെ കുറച്ച് തറയിലോട്ട് ഇറങ്ങി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി എനിക്കിന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, കുറേ ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പം എല്ലാവരും ഇവിടെ പല വഴിക്കാം. സോ ഇങ്ങനെ കിടക്കുക. നമ്മളെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി കയറാൻ പോവാണ്. ഇനി കുറേ കൊണ്ടുപോയാൽ നമുക്ക് ഇറങ്ങാം. പക്ഷേ വയ്യാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് കയറുവാണ്. വേണ്ടേ കണ്ടോ? അതുകൊണ്ട് ഗൈസ്, പൈമരങ്ങളുടെ ഇടയിലൂടെ ഒരു കൊച്ചുകുട്ടി നടന്നു വരുന്നു. അങ്ങനെ ഗായ്സ്, ഞാനും മായൻ്റെയൊക്കെ കൂടെ അങ്ങനെ റീലൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളത് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ ഗായ്സ്, ഉച്ച കഴിഞ്ഞ് നല്ല വിശപ്പ്. സോ ഞങ്ങളിനി ഫുഡ് കഴിക്കണം. അതിനുവേണ്ടി ഞങ്ങളിനി ഹോം സ്റ്റേയിലേക്ക് പോവാണ്. ഓക്കെ, ബൈ.